Okay, തുടങ്ങല്ലേ. Now case 2. Case 2 എന്താ? K is positive. K greater than 0. ഏതൊരു പോസിറ്റീവ് നമ്പറിനെ നമുക്ക് ഏതെങ്കിലും റിയൽ നമ്പറിന്റെ that is k equal to some mu square. ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് ഏതോ റിയൽ നമ്പറിന്റെ സ്ക്വയർ എന്താ? നമ്മൾ റിയൽ അനാലിസിസിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. Square of any real number is positive. So k equal to mu square for some mu belongs to R. ഏതോ ഒരു റിയൽ നമ്പർ mu ന് k equal to mu square. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? അടുത്ത പേജ് എഴുതാ. അടുത്ത ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? f double dash minus k equal to 0 അല്ലേ? അതിന് k ക്ക് mu square എടുത്താൽ എന്താ വരിക? f double dash minus mu square f equal to 0. എന്തായി ഇത്? സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എങ്ങനെ സോൾവ് ചെയ്യും? ഓക്സിലറി ഇക്വേഷൻ. എന്താ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ? അപ്പൊ സെക്കൻഡ് ഓർഡർ ODE. ഓക്കേ, ഓക്സിലറി ഇക്വേഷൻ ഈസ് lambda square minus mu square equal to 0. So lambda equal to plus or minus mu. Lambda equal to plus or minus mu. അപ്പൊ എന്താ സൊല്യൂഷൻ വരിക? lambda plus or minus mu ആണെങ്കിൽ സൊല്യൂഷനുകൾ പഠിച്ചിട്ടുണ്ട് 5th സെമ്മിൽ. എന്താ? therefore f of x ഇതിന്റെ ആൻസർ എന്താ വരിക? നമുക്ക് ലാംഡയുടെ വാല്യൂ. ഓക്കേ, f of x is equal to എന്തെന്ന് കിട്ടും? c1 e raised to plus mu x. lambda 1 plus mu അല്ലേ? lambda 1 എന്ന് പറഞ്ഞാൽ plus mu, lambda 2 എന്ന് പറഞ്ഞാലോ minus mu. അപ്പോൾ c1 e raised to mu 1x അല്ല ഫസ്റ്റ് mu x plus c2 e raised to minus mu x അല്ലേ? ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ f of x. ഇനി ഇവിടെയും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഇനീഷ്യൽ ഇല്ല, ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുള്ളൂ. എന്താ ബൗണ്ടറി കണ്ടീഷൻ? f of 0 equal to 0 implies u of 0t equal to 0 implies f of 0 into u of 0t g of t equal to 0. Now g of t 0 അല്ല നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് f of 0 എന്തായിരിക്കും? 0 ആയിരിക്കും. What is f of 0? C1 into 1 plus C2 into 1. That is C1 plus C2 equal to, which implies C1 plus C2 equal to 0. ബാക്കി ഞാൻ ഇവിടെ തന്നെ ചെയ്യാണെങ്കിൽ പുതിയ പേജ് എടുക്കില്ല, ഇതിന്റെ ബാക്കി ആയതുകൊണ്ട് C1 plus C2 equal to 0 ഇവിടെ കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ ബൗണ്ടറി u of 0t equal to 0 and u of lt equal to 0. u of lt equal to 0 implies f of l into g of t equal to 0. g of t 0 അല്ലാത്തതുകൊണ്ട് f of l 0. f of l 0 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്താൽ f of l എന്താ? c1 e raised to mu into l plus c2. നോക്ക്, c2 ന്റെ വില എന്താ? minus c1 അല്ലേ? c1 plus c2 0 ആയതുകൊണ്ട് c2 ന്റെ വില minus c1 ആണ്. minus c1 e raised to minus mu l equal to 0. ഇനി നോക്ക്, e raised to mu into l, e raised to x is never 0. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പ്ലസ് 0 ആവോ? സ്റ്റാഫ് അറിയില്ലേ? e raised to mu l is never 0. സോ ഇവർ രണ്ടാളും 0 ആവില്ല. അതുകൊണ്ട് പിന്നെ ഈ പ്ലസ് ഇതിന്റെ 0 ആവണമെങ്കിൽ c1 എന്തായിരിക്കണം? 0 ആയിരിക്കണം. c1 0 ആയാൽ c2 എന്തായി പോയി? c1 0 ആയാൽ c2 എന്ത് തന്നെയാണ്? 0 ആണ്. c1 ഉം c2 ഉം 0 ആയാൽ f എന്തായി പോയി? 0 ആയി. f 0 ആയാൽ u എന്തായി? 0 ആയി. u 0 ആയാൽ നമുക്ക് ഇൻട്രസ്റ്റും ഇല്ല അല്ലേ? അതുകൊണ്ട് ഇവിടെയും നമ്മളെ u 0 ആയി പോയി, നമുക്ക് കാര്യമില്ല. രണ്ട് കേസും നമ്മൾ നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമ്മൾ എഴുതാതിരിക്കാൻ പറ്റുമോ? പരീക്ഷയ്ക്കൊക്കെ എഴുതണം. ഏത് കേസ് 1 ഇത് എത്ര മാർക്കിനാ? 6 മാർക്കിന്. പിന്നെ FIUGPക്കാർക്കാണെങ്കിൽ 14 മാർക്കിന്, നിങ്ങൾക്കാണെങ്കിൽ 6 മാർക്ക്. ഓക്കെ, എന്തായാലും എന്തൊക്കെ കേസ് 1 k പോസിറ്റീവ് എടുത്തപ്പോഴും k 0 എടുത്തപ്പോഴും പ്രശ്നമല്ല. u 0 കിട്ടി, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ മൂന്നാമത്തെ കേസ്, അടുത്ത പേജില് മൂന്നാമത്തെ കേസ്, ഇവിടെ ന്യൂ പേജ് തിരിഞ്ഞു വന്നില്ലേ? ഓക്കെ, now case 3 എന്താ? k is negative. That is k is equal to some minus p square where p belongs to r. ഇവിടെ k നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക്
നെഗറ്റീവ് ഓഫ് ഒരു പോസിറ്റീവ് സംഖ്യ എന്ന് എഴുതാം. ഒരു സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ ആണ് ടി സ്ക്വയർ, അത് ഇപ്പോഴും പോസിറ്റീവ് ആണ്ടത്, അതിന് നെഗറ്റീവ് കൊടുക്കുക, അപ്പൊ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എന്താ വരും? ഫ്രം 1 ഫ്രം നമ്മൾ ഇക്വേഷൻ എത്രയായിരുന്നു? ഫ്രം 5 അല്ലേ? 5 ന്ന് എഫ് ഡബിൾ ഡാഷ് എഫ് ഡബിൾ ഡാഷ് മൈനസ് കെ എഫ് ഈക്വൽ ടു 0 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എഫ് ഈസ് ഈക്വൽ ടു 0. ശരിയല്ലോ? എഫ് ഡബിൾ ഡാഷ് മൈനസ് മൈനസ് പി സ്ക്വയർ എഫ്, മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവും. എഫ് ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എഫ്. Again this is a second order differential equation with constant coefficient. Second order differential equation in f with constant coefficient. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടെ auxiliary equation കാണണം. What is auxiliary equation? Auxiliary equation is lambda square plus p square equal to 0. So lambda equal to plus or minus ip. കോംപ്ലക്സിലേക്ക് കടക്കും അല്ലേ? ലാംഡ സ്ക്വയർ പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് 0 കിട്ടണമെങ്കിൽ എന്തായാലും പി സ്ക്വയർ അല്ലെങ്കിൽ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് പി സ്ക്വയർ. സോ ലാംഡ ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് പി എന്ന് വരും അല്ലേ? റൂട്ട് മൈനസ് പി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഐപി പ്ലസ് ഓർ മൈനസ് ഐപി. ഇങ്ങനെ കോംപ്ലക്സ് സൊല്യൂഷനിലേക്ക് പോയാൽ, കോംപ്ലക്സ് റൂട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് അറിയാം എന്തായിരുന്നു ഫോർമുല? ഇത് നമുക്ക് 0 പ്ലസ് ഓർ മൈനസ് ഐപി എന്ന് എഴുതാം. അപ്പോ therefore f of x എന്താ വരിക? e raised to ഇത് 0 അല്ലേ? e raised to 0x into a cos ഇവിടുത്തെ ലാംഡക്ക് ip ന്റെ p എല്ലാം എടുക്കുക. p പ്ലസ് ഓർ മൈനസ് iq ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ p പ്ലസ് ഓർ മൈനസ് iq ആണെങ്കിൽ e raised to px into a cos qx plus b sin qx. ഇതാണ് ODE നമ്മൾ പഠിച്ചത്. സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇവിടെ ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ പ്ലസ് p പ്ലസ് ഓർ മൈനസ് iq ആണെങ്കിൽ e raised to px into a cos qx plus b sin qx. ഇവിടെ p യുടെ സ്ഥാനത്ത് 0 ആണ്. സോ e raised to 0x. a cos q ന്റെ സ്ഥാനത്ത് p ആണ്. a cos px plus b sin px. ഇതാണ് കിട്ടുക. ഇനി e raised to 0 എന്താണ്? e raised to 0 is 1. Therefore f of x is a cos px plus b sin px. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയും നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? ഞാൻ ഇവിടെ തന്നെ അല്ലെങ്കിൽ പുതിയ പേജിൽ എഴുതാം. ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ പുതിയ പേജിൽ. ഓക്കെ, എന്തായാലും u of 0t equal to 0 അല്ലേ? u of 0t equal to 0 implies f of 0 into g of t equal to 0, which implies f of 0 equal to 0 കാരണം g of t is never 0. g of t 0 ആയി പോയ പ്രശ്നമാണ് നമുക്ക് അറിയാവുന്നത്. g of t 0 അല്ല നമ്മൾ എടുക്കുന്നത്. g of t 0 ആയി പോയാൽ പിന്നെ ട്രിവിയൽ സൊല്യൂഷനേ കിട്ടുള്ളൂ. അതുകൊണ്ട് g 0 അല്ല എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അസംഷനിൽ. സോ f of 0 0. ഇനി എന്തായിരുന്നു f of x? e raised to 0x ആ വരുന്നുണ്ട്. e raised to 0x എഴുതണ്ട. a cos px plus b sin px. f of 0 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം f of 0 സമം വരും cos 0 1. സോ a വരും. sin 0 0. സോ a എന്നല്ലേ കിട്ടുക? cos 0 1 ആണ്. അപ്പൊ a into 1 plus b into 0 വരും. that is a equal to 0 കിട്ടും. a 0 ആയി പോയി അപ്പോൾ തന്നെ. പിന്നെ f of x എന്തായി മാറി? therefore f of x എന്തായി മാറി? വെറും b sin px കിട്ടി. now u of l f of l equal to 0 എന്ന് കിട്ടും. സിമിലർലി നമുക്ക് നേരത്തെ കുറേട്ടം ചെയ്തതാ. എന്ത് u of lt 0 എന്ന് പറഞ്ഞാൽ f of l into g of t 0. g of t 0 അല്ലാത്തതുകൊണ്ട് f of l 0. f of l 0 implies b sin pl is equal to 0, which implies b എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. b into sin pl 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം sin pl 0 ആണ്. b എന്തല്ല ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആണ്. സോ sin pl is 0. sin pl 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം pl ന്റെ വില sin theta 0 ആണെങ്കിൽ theta is n pi അല്ലേ? വെരി ഗുഡ്. n pi. pl is equal to n pi. therefore p is equal to n pi by l. കിട്ടി. p equal to n pi by l. ഇപ്പോ നമുക്ക് f ന്റെ സൊല്യൂഷൻ ആയി. എന്താ f ന്റെ സൊല്യൂഷൻ? therefore f of x equal to നമ്മൾ ഇതാ therefore f of x is equal to നമുക്ക് എന്താ കിട്ടിയത്? b sin pl എന്നല്ലേ? b sin p ന്റെ വില എന്താ കിട്ടിയത്? n pi by l into x. ഇനി നമുക്ക് ഓരോ n മാറുന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരു സൊല്യൂഷൻ ആണോ? അല്ല, ഇത് ഒരുപാട് സൊല്യൂഷനാണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ്. എന്താ കാരണം? n മാറുന്നതിനനുസരിച്ച് സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. എന്താണ് b sin pi by l x?
b sin 2 pi by l into x, b sin 3 pi by l into x, etc. അങ്ങനെ എണ്ണൽ സംഖ്യ എണ്ണ എത്ര കൊടുക്കുന്നു അത്രത്തോളം സൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളാണോ അല്ല, fn of x, fn of x ഇക്വേഷൻ നമ്പർ fn of x. നമ്മൾ ലാസ്റ്റ് ഇവിടെ നിർത്തിയ ഇക്വേഷൻ എത്രയാണ്? 5 6 ഉം 5 6 എഴുതി അല്ലേ? 5 7 എഴുതിയല്ലോ. 7 ആണോ? 7 ആണ്. 7. This is equation number 7. നമുക്കൊരു 12 ഇക്വേഷൻ ടോട്ടൽ എഴുതാനുണ്ട്. 7 ആയിട്ടുള്ളൂ. fn of x കിട്ടി. ഇനി ആരും കൂടി കിട്ടിയാൽ മതി, gn of t കൂടി കിട്ടിയാൽ പോരെ. അതിനാണ് നമ്മൾ രണ്ടാമത്തെ ആളെ കൺസിഡർ ചെയ്യുന്നത്. gn of t എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. Now consider നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? g double dot minus c square kg equal to 0. കേട്ടോ, ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. 4 number 6 g double dot minus k c square g equal to 0 ആണ്. 6 ഉണ്ടല്ലോ, ഇയാൾ യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഇതും അതേമായി കുറെ പണിയെടുക്കണം. വേണ്ട, ഇയാൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ ഇയാൾ അത്ര കഷ്ടപ്പാടില്ല. കാരണം നമ്മളിവിടെ എന്ത് എടുക്കൂല, k പോസിറ്റീവും k സീറോയും നമ്മൾ എടുക്കൂല. എന്താ കാരണം? എന്താണ് നമുക്ക് ഐഡിയ? എന്താണ് നമുക്ക് ലോജിക്ക്? k സീറോയോ k പോസിറ്റീവോ ആവുമ്പോ f 0 ആവുന്നു. k സീറോയോ പോസിറ്റീവോ ആവുമ്പോ f 0 ആവുന്നു. അപ്പം തന്നെ u 0 ആയി പോകില്ലേ? പിന്നെ g കിട്ടിയിട്ട് കാര്യമുണ്ടോ? g കിട്ടിയിട്ട് കാര്യമില്ല. എന്താ കാരണം? k സീറോയിലോ k പോസിറ്റീവിലോ g കിട്ടിയിട്ട് കാര്യമില്ല. g ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം f 0 ആണ്. അവിടെ നമ്മൾ തെളിയിച്ചു f 0 ആണ്. f 0 ആയാൽ ആര് 0 ആവും? u 0 ആവും. അപ്പൊ രണ്ട് കേസ് നമ്മൾ എടുക്കണ്ട. എന്തൊക്കെ? k 0 എന്ന കേസും എടുക്കണ്ട, k പോസിറ്റീവ് എന്ന കേസും നമ്മൾ എടുക്കണ്ട. k സീറോയും k പോസിറ്റീവിലും f 0 ആയി പോണോണ്ട് പിന്നെ u 0 ആയി പോകും. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഇയാളെ കൺസിഡർ ചെയ്യുമ്പോൾ 6 കൺസിഡർ ചെയ്യുമ്പോൾ അതൊന്നും എടുക്കണ്ട. അവരെ രണ്ടാളെ എടുക്കണ്ട. പിന്നെ ആരെടുത്താൽ മതി? നെഗറ്റീവ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതെപ്പോഴാണ്? Okay, g double dot. Now, okay, let's k ഇവിടെ ഒരു കേസേ ഉള്ളൂ. k equal to minus p square. k equal to minus p square. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുക case 1 and case 2 need not be taken. എന്താ കാരണം? കാരണം അവിടെ f 0 ആണ്, അതുകൊണ്ട് u 0 ആണ്. f 0 ആണ്, അതുകൊണ്ട് u identically 0 which is of interest. ആ കാര്യം അവിടെ വിചാരിച്ചാൽ മതി, മനസ്സിലായാൽ മതി. Therefore equation എന്തായിരുന്നു? g double dot plus p square c square g അല്ലേ? അല്ലടോ, a ക്ക് പകരം എന്ത് കൊടുക്കുന്നത്? minus p square ഉണ്ട്. നമ്മൾ minus c square into minus p square plus p square c square g എന്ന് വരും. again this is a എന്താണ്? this is a okay, ഇവിടെ എന്ത് വരും? g double dot ഇനി p ന്റെ വില എന്തായിരുന്നു? ഞാൻ നേരത്തെ കണ്ടു. p ന്റെ വില n pi by l, n square pi square by l square c square g സമം 0. അപ്പോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം: g double dot plus n pi c by l whole square g സമം 0. ഇയാളൊക്കെ കൂടി ഞാനൊരു പേര് വിളിക്കുന്നു ലാംഡ n എന്ന്. നമ്മൾ ടെക്സ്റ്റില് ബേസിക്കിന്റെ ടെക്സ്റ്റിൽ എടുത്ത അതേ നൊട്ടേഷൻ തന്നെ ആയിക്കോട്ടെ. g double dot plus ലാംഡ n square g സമം 0. വേറെ ലാംഡ n ആരാ? ലാംഡ n എന്ന് ഞാൻ ആരെ വിളിച്ചത്? n pi c by l നെ ഞാൻ എന്ത് വിളിച്ചത്? ലാംഡ n എന്ന് വിളിച്ചത്. again this is a in the equation second order differential equation in t with constant coefficient. ആരാ constant coefficient? lambda x constant ആണ്. so ഇവിടെയും auxiliary equation പറയും. നമുക്ക് ഇതൊന്നും വേണ്ട, കുറച്ചുകൂടി താല്പര്യം നിൽക്കാം. auxiliary equation എന്താ വരിക? auxiliary equation is lambda square plus lambda n square is equal to 0 എന്നാ വരിക. so lambda equal to plus or minus I lambda n, very good, I lambda n. like complex ലേക്ക് പോകും. lambda square is equal to minus of root lambda square എന്ന് വരും. അല്ല, root of minus lambda x square എന്ന് വരും. so I lambda n. അപ്പോൾ വീണ്ടും സൊല്യൂഷൻ പറഞ്ഞോ. അപ്പോൾ എന്താ g ന്റെ വില? therefore g of t equal to e raised to 0t into അല്ലേ, e raised to 0t into a cos lambda nt plus. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് ആണ് a യും t യും. അതുകൊണ്ട് നമുക്ക് വേറെ പേര് വിളിക്കാം. bn ബി എൻ ടെക്സ്റ്റിൽ ഉപയോഗിച്ചത് പോലെ തന്നെ ആയിക്കോട്ടെ.
bn cos lambda nt plus bn star sin lambda nt. അപ്പൊ നിങ്ങൾ ചോദിക്കും എവിടുന്നാണ് ഈ bn ഉം bn star ഒക്കെ വന്നത്? ഒന്നുമില്ല, കോൺസ്റ്റന്റ് ab എന്ന് വിളിക്കുന്നതിന് പകരം നേരത്തെ നമ്മൾ ab വിളിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു പേര്, അപ്പൊ ടെക്സ്റ്റിലുള്ള പേര് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ bn ഉം bn star വിളിച്ചത്. bn cos lambda nt plus bn star sin lambda nt. ഈ e⁻0t എന്താവും? അപ്പൊ ഇവിടൊക്കെ ലാംഡ ഉള്ളതുകൊണ്ട് എന്തായി? ഇവിടെ gn of t ആയി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. 8 അല്ലേ? കിട്ടി. 7 ഉം കിട്ടി 8 ഉം കിട്ടി. 7 ഉം 8 ഉം കിട്ടിയാൽ 7 ഉം 8 ഉം കൂടി കൂട്ടി വെച്ചാൽ un കിട്ടി. un കിട്ടി. ഓക്കെ, ഇപ്പൊ gn of t കിട്ടി. നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? ഏഴാമത്തെ ഇക്വേഷൻ ഇതിലുണ്ടോ? അവിടെ ഉണ്ടല്ലേ? എന്താ 7. അപ്പൊ 7 പിന്നെന്താ 7 8 കൂടി എഴുതാം. Therefore un of xt equal to fn of x into gn of t. എടാ ശരിക്കും എന്താണ്? u is equal to ft എന്നാണ്. പക്ഷെ നമുക്ക് fn എന്ന് പറഞ്ഞ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്, gn എന്ന് പറഞ്ഞ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് un എന്ന് വിളിക്കാം. എന്താ un കിട്ടാൻ? എന്തായിരുന്നു fn? നേരത്തെ അവിടെ എഴുതിയല്ലോ. എന്താണ്? b sin n pi by l into x into gn of t എന്തായിരുന്നു? bn star അല്ല bn cos lambda nt plus bn star sin lambda nt. ഇതാണ് ആര്? ഓക്കെ, നമ്മള് ഡെറിവേഷന്റെ ലാസ്റ്റ് എത്തി. ഇനി നമ്മൾ ഇന്നലെ പഠിച്ചെടുത്തിയാറുണ്ട്, രണ്ട് സൊല്യൂഷൻ തന്നാൽ അവരുടെ സം എന്താണ്? സൊല്യൂഷൻ ആണ്. ആരാ പറഞ്ഞ? ഏത് തിയറം? ഫണ്ടമെന്റൽ തിയറം ഓഫ് PDE. രണ്ട് സൊല്യൂഷൻ കിട്ടിയാൽ അവരുടെ സമ്മ സൊല്യൂഷൻ ആണ്. അങ്ങനെയാണ് 1000 എണ്ണത്തിനും ശരിയാണ്, 2 ശരിയാണ്, 1000 ശരിയാണ്. ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 2 ശരിയാണ്, 3 5 10 1 കോടിക്കും ഒക്കെ ശരിയാ. സോ therefore by fundamental theorem of PDE പ്രകാരം u of xt ഞാൻ ഉണ്ടാക്കുന്നു. ആരാ u of xt? summation I equal to 1 to infinity അല്ലെ n equal to 1 to infinity un of xt. ആര്? ഇവരുടെ സമ്മ് സൊല്യൂഷൻ അല്ലേ? അതാരാ? summation bn cos lambda nt plus bn star sin lambda nt into എന്തുണ്ടാവും? into നമ്മുടെ sin n by x by l. അപ്പൊ b വേണമെന്നില്ല കേട്ടോ. നമുക്ക് b ക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഈ ഒരു കോൺസ്റ്റന്റ് ആണേ ഉള്ളൂ. b ക്ക് നമുക്ക് 1 എന്ന് കൊടുക്കാം. സിമ്പിൾ ആയിട്ട് 1 എന്നോ 5 എന്നോ 10 എന്നോ ഒക്കെ കൊടുക്കാം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എത്ര? 9 ആയി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്കിൽ 5 മാർക്ക് ആയി. 9 ചിലപ്പോ എത്ര ചോദിക്കുള്ളൂ. ഇതാണ് എന്ത്? ഇക്വേഷൻ നമ്പർ 9. ഇതിന്റെ പകുതിയൊക്കെ ചിലപ്പോൾ ചോദിക്കുള്ളൂ. കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ചിലപ്പോൾ ബാക്കി ചോദിക്കുള്ളൂ. എന്തായാലും ഇക്വേഷൻ നമ്പർ 9 ഈസ് ദ സൊല്യൂഷൻ. ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്ത്? ഈ ഇവിടെ എത്ര കോൺസ്റ്റന്റ്സ് ഉണ്ട്? അൺനോൺ കോൺസ്റ്റന്റ് 1 2. bn bn star അറിയില്ലല്ലോ. അത് കിട്ടാനാണ് നമുക്ക് ആരെ തന്നത്? ഇനീഷ്യൽ കണ്ടീഷൻ തന്നത്. ഇനീഷ്യൽ കണ്ടീഷൻ തന്നില്ലേ? നിങ്ങൾക്കറിയാം, ODE നിങ്ങൾ പഠിച്ചിരുന്നു. ഒരു ഇക്വേഷൻ ഒക്കെ തന്നാൽ ലാസ്റ്റ് y0 equal to 5 y'0 equal to 10 എന്നൊക്കെ തരുന്നത് എന്തിനാണ്? അവിടെ C1 ഉം C2 കണ്ടെത്താനല്ലേ? അതേമാതിരി ഇവിടുത്തെ കോൺസ്റ്റന്റുകൾ ആരാ? bn ഉം bn സ്റ്റാറും കണ്ടെത്താനാണ് ആര് തന്നത്? അപ്പൊ ഞാൻ ഇയാളെ ഒന്നുകൂടി താഴത്തേക്ക് ഇതിനെ ഇതാണ്ട് ഇയാളെ എനിക്ക് ആവശ്യമുണ്ട്, ഇതിനെനിക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മളതെന്തായിരുന്നു? ഇനീഷ്യൽ കണ്ടീഷൻ ഫസ്റ്റ് എന്തായിരുന്നു? u of x0 equal to f of x. അപ്പൊ ഇവിടെ എഴുതാം അപ്ലൈയിങ് ഇനീഷ്യൽ കണ്ടീഷൻസ്. Applying initial conditions. u of 0 equal to f of x implies